Assalamualaikum warahmatullahi wabarakatuh. Hello friends. അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന ഈ വർണ്ണപ്പകിട്ടാർന്ന ജിലാനി ഫെസ്റ്റിന്റെ മനോഹരമായ വേദിയിൽ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എന്റെ കഥ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. എന്നാ ഞാൻ കഥ തുടങ്ങട്ടെ. വിസ്മയിപ്പിച്ച് വരുന്ന സൽക്കാരം, ഇതാണ് എന്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പും സഹിച്ച് യുദ്ധമുഖത്തവർ കിടന്നു കീറുകയാണ്. ഈ രംഗം കണ്ട ജാബർദാൻ ഒട്ടും സഹിച്ചില്ല. ജാബർദാൻ എന്തു ചെയ്യുന്ന കൂട്ടുകാരെ, ഒരാട്ടിൻകുട്ടിയും കുറച്ചു ഗോതമ്പും സംഘടിപ്പിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയെ സുഹൈലാബിയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് ഭർത്താവിന്റെ മുമ്പിൽ നിന്നു. നിബിതങ്ങൾക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. ജാബർദാനു കത്തി മുറിച്ചാക്കി ആടിനെ അറുത്തു. എന്നിട്ട് അതിവേഗം നിബിതങ്ങളെ ക്ഷണിക്കാൻ അടുത്ത ചാരത്തേക്കും നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചെന്ന് ജാബർദാൻ അറിയില്ല. പിന്നെ എന്തു സംഭവിച്ചെന്ന കൂട്ടുകാരെ, ജാബർദാൻ ആടിനെ അറുക്കുന്ന രംഗം തന്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കണ്ടിരിക്കുന്നു. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്ത പോലെ ഞാൻ ഇനെ അറുത്തോട്ടെ? എന്താണ് അറിവെന്നോ എന്താണ് മരണമെന്നോ ഒന്നും നിശ്ചയമില്ലായിരുന്നു. കുഞ്ഞു മക്കളാണല്ലോ അവർ. അങ്ങനെ ജാബർദാന്റെ മൂത്ത മകൻ അനിയനെ അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ പിഞ്ചു കയത്തിൽ നിന്ന് രക്തം നക്ഷത്രപ്പൂക്കൾ പോലെ ചാലിട്ടേക്കുന്നു. പേശികൾ വലിഞ്ഞു മുറുകി അടയാൻ പോകുന്ന കണ്ണുകൾ കാക്കയെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ തിടുക്കത്തിൽ അവിടം വിട്ടോടി. ഓടുന്നിടയിൽ മറ്റൊന്നു കൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ല, ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഇരുന്ന് നിറഞ്ഞ പാതയിലേക്ക് ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാൻ കഴിയുമോ ഇത്? സുഹൈലാനും സ്നേഹനിധിയായ ഉമ്മ ഇല്ല, ലോകത്തൊരു ഉമ്മക്കും താങ്ങാൻ കഴിയില്ല. അങ്ങനെ ജാബർദാനെ ക്ഷണം സ്വീകരിച്ച് നബിയും സാഹബത്തും ജാബർദാന്റെ വീട്ടിലെത്തി. സുഹൈലാൻ ആകെ ബേജാറായി. കടൽ പോലെ പരിശുദ്ധമായ സുഹൈലാന്റെ മനസ്സ് ഒരു ഭാഗത്ത് പ്രവാചകരുള്ള ഇഷ്ടത്താളം വെട്ടുന്നു. ആ തീരങ്ങളെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ സുഹൈലാന്റെ മനസ്സിനെ വാരി പുണർന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജാബർദാന്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും. സുഹൈല, ഓ സുഹൈല. വിളി അങ്ങ് കേട്ടതോടെ സുഹൈലാന്റെ മനസ്സിൽ ഒരു കുളിരങ്ങ് വീശി. പ്രവാചകരോടുള്ള പ്രേമത്തിന്റെ കുളിര്. അങ്ങനെ നിബിത്തങ്ങൾ കഴിക്കാൻ ഭക്ഷണം എടുത്തു വെക്കുകയും നിബിത്തങ്ങൾ കഴിക്കാനിരിക്കുകയും ചെയ്തപ്പോൾ നിബിത്തങ്ങളെ ഒരു ചോദ്യം, എവിടെ ജാബറിന്റെ മക്കൾ? ജാബർദാൻ സുഹൈലാനെ ചോദിച്ചു, മക്കളെവിടെ? വിഷയം മാറ്റാൻ പല തരത്തിലും സുഹൈലാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും നിബിത്തങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒടുവിൽ ആ സത്യം ഗദ്ഗതത്തോടെ സുഹൈലാൻ പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബർദാനും വിഷയങ്ങളെല്ലാം മുത്തിനബി അവതരിപ്പിച്ചു. മുത്തിനബി തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. പിന്നെ ജാബിറിന്റെ 2 മക്കളെ വരൂ. അത്ഭുതം, അത്യുത്ഭുതം. ചോരയിൽ പുതച്ചു മൂടിയ ആ 2 മക്കൾ അതാ അനുശയുള്ള മക്കളെ പോലെ എണീറ്റ് വരുന്നു. അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. നബി തങ്ങളല്ലേ, വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ വിസ്മയം തീർത്ത വിരുന്ന സൽക്കാരത്തിന് ജാബർദാന്റെ വീട് സാക്ഷിയായി. നോക്കൂ കൂട്ടുകാരെ, ആരംഭപ്പോയിനുള്ള അതിരുകളില്ലാത്ത സ്നേഹം ഈ കഥയിലൂടെ നമുക്ക് വായിച്ചെടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈലാനെ ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എന്നാ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ഇനിയും കാണാവേ.